നെല്ല് സംഭരണം കാര്യക്ഷമമാക്കണമെന്നും സംഭരണ വില കാലോചിതമായി പരിഷ്കരിക്കണമെന്നും CPM ആലത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ആയിരം കോടിയോളം വരുന്ന കേന്ദ്രവിഹിതം ലഭിക്കാനിരിക്കെ ഈ വീഴ്ച മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണെന്നും കർഷകർ പ്രയാസത്തിലാണെന്നും സമ്മേളനത്തിൽ അഭിപ്രായമുയർന്നു. സമാപന യോഗം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ഏരിയ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ പറയുന്നു, നമ്മുടെ പാർട്ടി നയിക്കുന്ന 8.5 വർഷം തുടർച്ചയായി നയിക്കുന്ന ഒരു സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എങ്കിൽ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി അതിന്റെ മുന്നോടിയായി ആലത്തൂരിലെ ഏരിയ സമ്മേളനം നടക്കുമ്പോൾ അന്ന് നമ്മൾ പറയും, നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ആദ്യമായി 11.5 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാർ ഈ കേരളത്തിൽ ഭരണം നടത്തുന്നു എന്നുള്ളത്. ഇതെന്തെങ്കിലും അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. ഇനി അങ്ങനെ ആരും ചിത്രീകരിക്കണ്ട. ജനങ്ങൾക്കിടയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായുള്ള അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. കേരളത്തിൽ എന്തുകൊണ്ടും ജനങ്ങൾക്ക് സുരക്ഷിതമായി എല്ലാ നിലയിലും ജീവിക്കാൻ സൗകര്യം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ്. ഇതാണ് പ്രത്യേകത. ഇത് പൊതുവെ ജനങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ഈ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലും പ്രത്യേകിച്ച് 2 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഏരിയ സെക്രട്ടറി C. ഭവദാസൻ, സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, R. രമേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ V. ചന്താമരാക്ഷൻ, VK ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KD പ്രസേനൻ MLA, B. പൊന്നുകുട്ടൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറിയായി C. ഭവദാസനെ തിരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.